പാരമ്പര്യമേറെ പറയാനുണ്ടാകാം. നേട്ടങ്ങളും കോട്ടങ്ങളുമൊക്കെ ഉള്ള ജീവിത ശൈലിയിൽ നേടിയെടുത്ത ഒത്തിരി അനുഭവങ്ങളും ഉണ്ടാകാം. പക്ഷേ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ധന്യനായ യേശുക്രിസ്തു നിസ്തുല്യമേർ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ വചനം കേൾക്കുക, ധ്യാനിക്കുക എന്നുള്ളത് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. അനുദിനമുള്ള ഈ ദൈവവചന കേൾവി എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വചനത്തിൻ്റെ സ്വാധീനത വളരെ വലുതാണ്. ചെറുകാര്യങ്ങളാകട്ടെ, വലിയ കാര്യങ്ങളാകട്ടെ, എന്തുമാകട്ടെ, വചനം ഉൾക്കൊള്ളുന്ന, വചനത്തിനനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ വിടുതലുകൾ അനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ദൈവപ്രവർത്തികൾക്ക് അവൻ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത് വളരെ കാര്യമായ വസ്തുതയാണ്. പ്രിയരെ, നമ്മൾ തുടർമാനമായി പഠിച്ചു വരുന്നത് സങ്കീർത്തനങ്ങളാണ്. ഇന്ന് ധ്യാനാത്മകമായ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് 47-ാം സങ്കീർത്തനമാണ്. 47-ാം സങ്കീർത്തനം രചിച്ചിരിക്കുന്നത് കോരകപുത്രന്മാരാണ്. അവരുടെ രചനകൾ തന്നെ വിശേഷതയേറിയതാണ്. ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഭാവങ്ങൾ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കരുതലുകൾ, ദൈവത്തിൻ്റെ സഹവർത്തിത്വം, ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്താൻ അവരുടെ വാക്കുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മഹത്വവാനായ ദൈവത്തെ അവർ രചനകളിലൂടെ വളരെ കൃത്യമായി അതിനെ അവതരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്ന വളരെ മനോഹരമായ അനുഭവങ്ങൾ അവരുടെ സങ്കീർത്തനങ്ങളിൽ നിഴലിട്ട് നിൽക്കുന്നു. 47-ാം സങ്കീർത്തനം വളരെ കാര്യഗൗരവമായ ഒരു സങ്കീർത്തനമാണ്. 46-ാം സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയാണ് 47-ാം സങ്കീർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 47-ാം സങ്കീർത്തനത്തിൻ്റെ പ്രധാന ഭാഗം ദൈവത്തെ നിങ്ങൾ സ്തുതിക്കുക. അതിന് ഇന്ന ആൾക്കാർ, ഇന്നൊരു കൂട്ടർ എന്നല്ല, സകല ജാതികളും ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള ആഹ്വാന ശബ്ദത്തോടു കൂടിയാണ് 47-ാം സങ്കീർത്തനം തന്നെ ആരംഭിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുക. താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്തുതി ഒരു പാട്ടായി മാറട്ടെ, അതൊരു ചാതുരി കീർത്തനമായി മാറട്ടെ. ആമേൻ. സ്തുതി ഒരു പാട്ടായി മാറുക, അതൊരു ചാതുരി കീർത്തനമായി മാറുക. എത്ര മനോഹരമായിട്ടാണ് ആ വാക്കുകൾ കൊടുത്തിരിക്കുന്നത്. കർത്താവിനെ സ്തുതിക്കാൻ കഴിവുള്ളവിടത്തോളം എല്ലാ മേഖലകളും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം. കാരണം ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. വചനം പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. നമ്മുടെ കഴിവിൻ്റെ ശ്രേഷ്ഠതകളല്ല, സമ്പത്തിൻ്റെ ബഹുത്വമല്ല, കാര്യഗൗരവമായ എന്തെങ്കിലും അനുഭവങ്ങളുടെ വെളിച്ചത്തിലുമല്ല പ്രിയരെ, ദൈവത്തിൻ്റെ കരുണയാണ്. പാരമ്പര്യമേറെ പറയാനുണ്ടാകാം. നേട്ടങ്ങളും കോട്ടങ്ങളുമൊക്കെ ഉള്ള ജീവിത ശൈലിയിൽ നേടിയെടുത്ത ഒത്തിരി അനുഭവങ്ങളും ഉണ്ടാകാം. പക്ഷേ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, അളന്നു മുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ ദയയാണ് ഓരോ ഭക്തരുടെ ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടതായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയം നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാൻ നാം കടപ്പെട്ടവരാണ്. ദൈവത്തെ സ്തുതിക്കണം. മനോഹരമായ പാട്ടോടെ ദൈവത്തെ സ്തുതിക്കണം. സ്തുതിക്കാനുള്ള 1, 2, 3 കാരണങ്ങൾ ഈ 47-ാം സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു. 2-ാമത്തെ വാക്യം, അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവഭൂമിക്കും മഹാരാജാവായിരിക്കുന്നു. അത്യുന്നതനായ ദൈവം, ആമേൻ, ഭയങ്കരൻ മാത്രമല്ല, അവൻ സകല ഭൂമിക്കും രാജാവായിരിക്കുന്നു. അവൻ രാജാവ് മാത്രമല്ല, രാജാതി രാജാവാണ്. ഒരു പദം വളരെ ശ്രദ്ധേയമാണ്. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. ആമേൻ. അവനെപ്പോലെ ഒരു രാജാവ് ഈ ഭൂമിയിലില്ല. കാരണം അവനെപ്പോലെ ആധിപത്യമുള്ള ഒരു രാജാവ് ഈ ഭൂമിയിലില്ല. ഇവിടെയുള്ള രാജാക്കന്മാർ വല്ലവരുമൊക്കെ ഭരിച്ച നാടുകളൊക്കെ വെട്ടിപ്പിടിച്ച്, അല്ലെങ്കിൽ പിതാക്കന്മാർ പിടിച്ചെടുത്ത രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ച് രാജാവായനാണ്. അല്ല, ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ സകലത്തെയും സൃഷ്ടിച്ച് അവനെ ആരും രാജാവാക്കിയവരല്ല. അവൻ രാജാതി രാജാവായി എന്നേക്കുമായി നിലനിൽക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അവനെ സ്തുതിക്കണം. 2, അവൻ തൻ്റെ ജനത്തിന് അവകാശം കൊടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ നാം തയ്യാറാകണം. 3, ദൈവം സകലത്തിലും
ഉന്നതനായ ദൈവമാണ്. അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം. പ്രിയരെ, ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്ന ആഹ്വാനം സർവ ആധിപത്യമുള്ള, സർവശക്തനായ, സകലത്തെയും നിയന്ത്രിക്കുന്ന കർത്താവിനെ സ്തുതിക്കുക എന്നുള്ള ആ വലിയ ആഹ്വാനമാണ്. അത് സകല ജാതികളും, ഇന്ന വർഗക്കാർ, ഗോത്രക്കാർ അങ്ങനൊന്നുമില്ല, എല്ലാവരും സ്തുതിക്കാൻ കടപ്പെട്ടവരാണ്. ഈ ഭൂമി സർവചരാചരങ്ങളും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തരമേറിയ അനുഭവങ്ങൾ ഓർക്കുന്ന സകല ദൈവമക്കളും കർത്താവിനെ സ്തുതിക്കാൻ കടപ്പെട്ടവരാണ് എന്നുള്ള ആഹ്വാന സന്ദേശമാണ് ഈ 47-ാം സങ്കീർത്തനത്തിനകത്തുള്ളത്. ഹൃദയം നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാൻ കഴിയട്ടെ. ആമേൻ. അതിനുവേണ്ടി എല്ലാവരെയും കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.